ഹലോ, ഇന്നൊരു ചെറിയ മോരുകറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ന്യൂ മീഡിയയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ബീഫും അതുപോലെ തന്നെ പപ്പടവും മോരുകറിക്ക് കൂട്ടിയുണ്ണ ചോറുണ്ടിട്ട് വരാം. അപ്പോൾ അതെങ്ങനെയാണ് മോരുകറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്കൊരു പകുതിയോളം നമ്മുടെ കുമ്പളം എടുത്തിട്ടുണ്ട്. അത് നല്ലതൊന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം അതൊന്ന് അരിഞ്ഞ് വെള്ളമൊക്കെ ഒന്ന് ചോർക്കുക, അതായത് ഒന്ന് കഴുകിയെടുക്കണം. അതിലോട്ട് നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കുന്നത്. അപ്പം ഈ ഒരു റെസിപ്പിയിലോട്ട് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ചീനാപറങ്കി പറിക്കുന്നുണ്ട്. അതായത് നമ്മുടെ വെള്ള ചീര പറങ്കില്ലേ, ഇതിൻ്റെ സീസണാണ് തോന്നുന്നു. വീട്ടിലൊക്കെ നല്ലതുപോലെ ഒരു ചീരപ്പറങ്കി ഉണ്ട്. അപ്പം അത് നമ്മൾ അരിയാതെ അതുപോലെയാണ് ഇടുന്നത്. കാരണം അത് പിന്നെ വെന്തതിന് ശേഷം നമ്മളൊന്ന് ഉടച്ചെടുക്കേ. അപ്പോൾ നമ്മൾ കുക്കറും കാര്യങ്ങളൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അരപ്പിലോട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ പുളി ഒന്ന് നമ്മൾ വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. അപ്പം ഇതൊന്ന് കുതിർന്നതിന് ശേഷം അതിൻ്റെ നീരും അതിൻ്റെ ആ ഒരു ചാറുണ്ടാവില്ലേ, അതും തേങ്ങയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇച്ചിരി ചെറിയ ജീരകല്ലേ അതും പാടെ ഇട്ട് ഒരു ഗ്ലാസ് വെള്ളം പാടെ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ കുമ്പളം ഇവിടെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ മുളകൊക്കെ ഒന്ന് എടുത്തതിന് ശേഷം നമ്മളൊന്ന് ചതച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അരച്ചെടുത്ത നമ്മുടെ തേങ്ങയുടെ മിശ്രിതവും അതും പാടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അതിലോട്ട് വറവിടാൻ വേണ്ടിയിട്ട് നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മളുടെ ആട്ടിയ വെളിച്ചെണ്ണയും ഇച്ചിരി ഉലുവയും അതുപോലെ തന്നെ കടുകും ചേർത്ത് പിന്നെ നമ്മുടെ വേപ്പിലയില്ല, കറിവേപ്പില, അത് തണ്ടോടെ കൂടി അതിലോട്ട് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. പൊട്ടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലായിടത്തും നമ്മുടെ അതിൻ്റെ ആ ടേസ്റ്റൊക്കെ എത്തണ്ടേ. അപ്പോൾ നമ്മളിനി ചോറുണ്ടിൻ്റെ പരിപാടിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ചോറും അതൊന്ന് കുറച്ച് കുണ്ടക്കാക്കി വെച്ചിട്ടുണ്ട്. മോരുകറി ഒന്ന് സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി, കുറച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് അതും, അതുപോലെ തന്നെ ഇന്നലെ സ്റ്റോക്ക് ചെയ്ത് വെച്ച് നമ്മുടെ ബീഫിൻ്റെ ഗ്രേവി ഇച്ചിരി ബാക്കിയുണ്ടിനി അതും, പിന്നെ 2 പപ്പടമൊക്കെ കൂടി അടിപൊളിയായിട്ട് ചോറുണ്ണാം. അപ്പം എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയൊരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.